ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്ന കാരിക്കേച്ചർ ഇമേജുകൾ ഉണ്ടല്ലോ, നമ്മൾ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെ നമ്മൾ സ്റ്റാറ്റസ് ആയിട്ട് എല്ലാവരും വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിലും അടിപൊളിയായിട്ടുള്ള കുറെ സെറ്റിംഗ്സുകൾ നമുക്ക് കൂടുതൽ വന്നിട്ടുണ്ട്. അതിനെ കുറിച്ചാണ് വീഡിയോയിൽ പറഞ്ഞത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. നിങ്ങളുടെ ഫോണിൽ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് കാരിക്കേച്ചർ ഇമേജുകളും കാര്യങ്ങളൊക്കെ ഇട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ ഓപ്ഷൻസ് ഞാൻ കാണിച്ചു തരാം. നമ്മളൊന്ന് ചാറ്റ് GPT ഒന്ന് ഓപ്പൺ ചെയ്യാം. ചാറ്റ് GPT ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഐഫോണിലാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടോ നോക്കാം. ഇവിടെ കണ്ടില്ലേ, നമ്മൾ യാതൊരു പ്രോംപ്റ്റും കൊടുക്കാതെ തന്നെ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതേപോലുള്ള ഒരു ലോഗോ കാണിക്കുന്നുണ്ട് അല്ലേ. ഈ ലോഗോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഏതെല്ലാം മോഡൽസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള ഇവിടെ കാണിക്കുന്നുണ്ട്. കാരിക്കേച്ചർ ആണ് ആദ്യം കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റൈലുകൾ, നിങ്ങൾ എല്ലാവരും കാരിക്കേച്ചർ ഇടുന്ന സമയം നമുക്കൊന്ന് മാറ്റി പിടിച്ചാലും നമുക്ക് ഏറ്റവും നല്ലതാണ് അല്ലേ. നമുക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാൻ കാരിക്കേച്ചർ കാണാത്തവർക്കാണെങ്കിൽ ജസ്റ്റ് കാരിക്കേച്ചർ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെൽഫി എടുക്കാം, അല്ലെങ്കിൽ ചൂസ് ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഗാലറിയിലേക്ക് പോകും. ഗാലറിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇമേജ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യേണ്ട താമസം ഉണ്ടാവുള്ളൂ. സെക്കൻഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കാരിക്കേച്ചർ ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കി നോക്കൂ, അവിടെ അതിന്റെ ആ ഒരു പ്രോംപ്റ്റ് വന്നിട്ടുണ്ട്. പ്രോംപ്റ്റ് ഇല്ലാതെ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ, ആ ഒരു കാരിക്കേച്ചർ, അടിപൊളി ഒരു കാരിക്കേച്ചർ, എന്റെ ജോബിനനുസരിച്ചുള്ള ഒരു കാരിക്കേച്ചർ ഇവിടെ വന്നിട്ടുണ്ട്. ഈ രണ്ടാമതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കുറച്ചൊന്നും ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഗോൾഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ മൊത്തത്തിൽ നിങ്ങളൊരു സ്വർണ്ണം പൂശിയ പോലുള്ള ഒരു എഫക്റ്റിലേക്കാണ് ഇത് വരുന്നത്. ഇത് പലരും ഇടാത്തതാണ്. അപ്പൊ നിങ്ങളൊന്ന് ഇതൊന്ന് ഇട്ട് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് വെക്കാൻ വേണ്ടി പറ്റും.